ടീച്ചർ ചോദിച്ച് എന്താവണം, അപ്പോൾ എല്ലാവരും പറഞ്ഞു ടീച്ചർ ആവണം. അപ്പോൾ പലരും പല ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ആവണം. ശരിക്കും അന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ആ പ്രൊഫഷൻ എത്രത്തോളം നോബിളാണെന്നുള്ളത്. മഞ്ചേരിയിൽ ജനിച്ചു വളർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ MBBS പഠിക്കുന്ന ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയായിരിക്കുന്ന ഷിബിലയാണ് എൻ്റെ കൂടെ ഉള്ളത്. കഴിഞ്ഞ വർഷം സൈലത്തിന്റെ ഓൺലൈൻ ഫിനിക്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഷിബില. ഷിബില എങ്ങനെയാണ് തൻ്റെ MBBS എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്, എന്തൊക്കെയായിരുന്നു ഷിബില സ്വീകരിച്ച മെത്തേഡ്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഷിബിലയോട് തന്നെ ചോദിച്ചറിയാം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കാണുന്ന കുട്ടികളെല്ലാവരും ഡേയും എപ്പോഴും ഉണ്ടാവുന്ന ആദ്യത്തെ ഡൗട്ട്, ഷിബിലയ്ക്ക് ശരിക്കും ഡോക്ടർ ആവണമെന്ന ആഗ്രഹം ആരാണ് ഇൻജെക്ട് ചെയ്ത് തന്നത്? ശരിക്ക് ആരും ഇൻജെക്ട് ചെയ്തതല്ല, എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്ന്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ പറയും ഡോക്ടർ ആവണം ഡോക്ടർ ആവണം. അങ്ങനെ ഫൈനലി അൽഹംദുലില്ലാ ആ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെട്ടു. ഡോക്ടർ ആവാൻ വേണ്ടി അങ്ങനെ ഇത് കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഇൻസ്പിറേഷൻ ആയോ, അതോ ഏതെങ്കിലും ഒരു റോൾ മോഡൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മള് ചെറുപ്പത്തില് പലരും ചോദിക്കുമല്ലോ എന്താവണമെന്ന്. അങ്ങനെ ക്ലാസ്സിൽ ഐ തിങ്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ടീച്ചർ ചോദിച്ച് എന്താവണമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ടീച്ചർ ആവണം. കുറച്ചൊക്കെ അന്നൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ പല പല ആഗ്രഹങ്ങൾ പറയുമല്ലോ. അപ്പോൾ പലരും പല ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ആവണം. ശരിക്കും അന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ആ പ്രൊഫഷൻ എത്രത്തോളം നോബിളാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വൈറ്റ് കോട്ടും സ്റ്റെത്തും ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഭയങ്കര റെസ്പെക്ട്. എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിരിക്കുന്ന ഒരു നോബിൾ ജോബ് തന്നെയാണ് ഡോക്ടർ ആവാന്ന്. ശരിക്കും ഫാമിലിയിലാണെങ്കിലും പണ്ടോട്ടേ ഇങ്ങനെ ഡോക്ടർ ആവണം എന്ന് പറയുമ്പോൾ കളിയാക്കുമായിരുന്നു ആരെങ്കിലും? അങ്ങനെയല്ല, പക്ഷെ എന്നാലും ആരും വിചാരിക്കില്ലല്ലോ ഇങ്ങനെ. എക്സാക്ട്ലി. ഇപ്പൊ ഡോക്ടർ ആവണമെന്ന് നമ്മളും എല്ലാവരോടും നമ്മളോട് ചെറുപ്പത്തിൽ ചോദിക്കുമ്പോൾ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയായിരുന്നു ഡോക്ടർ ആവണം. അപ്പൊ ഞാനും പറഞ്ഞിട്ടുണ്ട് പണ്ട് എനിക്കും ഡോക്ടർ ആവണം എന്നുള്ളത്. പക്ഷെ അതൊന്നും മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്ന ഒരു ആഗ്രഹമൊന്നും അല്ല. ഷിബിലക്ക് പക്ഷെ ഭയങ്കര ജെന്യൂൻ ആയിട്ട് ആരും പറയാതെ തന്നെ ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഇപ്പം +1 +2 സ്റ്റേറ്റ് സിലബസ് അല്ലേ പഠിച്ചേ? അപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച് എങ്ങനെയാണ് ഈ MBBS അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ഷിബിലയെ സഹായിച്ചിട്ടുണ്ട്? അതായത് നീറ്റ് എക്സാമിന് നമ്മൾ ഇപ്പോൾ +1 +2 ഒക്കെ അറിയാം, +2 കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം എഴുതണം. പക്ഷെ എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാൻ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് ചേർന്നു. പിന്നെ അവിടെ നിന്ന് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫസ്റ്റിൽ മിസ്സായിപ്പോയി. പിന്നെ സെക്കൻഡ് ടൈമാണ് റിപ്പീറ്റ്. സെക്കൻഡ് ടൈമിലേക്ക് ഇപ്പൊ ഷിബിലെ പോലുള്ള ഒരാൾ ഭയങ്കര എനിക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് നോക്കും. പക്ഷെ ഫാമിലിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതായത് ഇനിയും നോക്കണം. ഞാൻ ഇവിടെ എത്തി നിൽക്കാൻ തന്നെ കാരണം എൻ്റെ ഫാമിലിയാണ്. കാരണം എല്ലാവരുടെ അടുത്തും പ്രഷർ ഉണ്ടാവും. ചിലപ്പോൾ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ പലരും പേരൻസിൻ്റെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വെച്ചത്. പക്ഷെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്താണോ അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഒരിക്കലും പ്രഷർ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ മിസ്സായി പോയി, അപ്പോൾ ഇനി അത് നിർത്തിയിട്ട് വേറെ കോഴ്സിന് പോയിക്കോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്താണോ വിചാരിക്കുന്നത് ആ ഒരു സ്റ്റേജ് വരെ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് അവർ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. എന്തുകൊണ്ടാണ് സൈലത്തിലുള്ള ഓൺലൈൻ ഫിനിക്സ് ബാച്ച് അല്ലെങ്കിൽ ഓൺലൈൻ എന്നുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം? മെയിനായിട്ട് ഹോം സിക്നെസ് ഉള്ള ആളാണ്. വീട്ടുകാരെ കണ്ടല്ലേ ഇതുവരെ മാറി നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ പോയിരുന്നു ഓഫ്ലൈൻ ആയിട്ട്. പക്ഷെ എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും ഇരുന്ന് പഠിക്കുക, ഞാൻ അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ആവാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഓൺലൈൻ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഓൺലൈനിലേക്ക് ചൂസ് ചെയ്തത് എന്നുള്ളത്. പക്ഷെ ഓൺലൈനിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് വേറെ കുറെ സ്ട്രഗിൾസ് ഉണ്ടല്ലോ. ഓൺലൈനിൽ പഠിക്കുക, ഈ ഫുൾ ടൈം ഇങ്ങനെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കണം, അതിന് മുന്നിൽ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കണം, അതിനുള്ള എങ്ങനെയായിരുന്നു സാഹചര്യം? മെയിനായിട്ട് ഓൺലൈനായിട്ട് എല്ലാവരും വിചാരിക്കുക ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുക എന്നുള്ളതാവും. പക്ഷേ ശരിക്കും ഇപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഷെഡ്യൂളിനനുസരിച്ച് അവിടെ എന്തൊക്കെ പറഞ്ഞാൽ കുറച്ച് റൂൾസ് ഉണ്ടാവും, കാര്യങ്ങൾ അതൊക്കെ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ ഓൺലൈൻ ആവുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് പഠിക്കാൻ കഴിയും. അപ്പൊ ഷിബിലേക്ക് ശരിക്കും ആവശ്യമായിരുന്നത് ആ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് പേഴ്സൺ ടു പേഴ്സൺ ചിലപ്പോൾ മാറുമായിരിക്കും. ഇപ്പൊ ചിലവർക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. അവർക്കാണെങ്കിൽ കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടി അല്ലെ, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഷിബിലയെ സംബന്ധിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടുകാരുടെ കൂടെ തന്നെ നിന്ന് പഠിക്കുമ്പോൾ കുറെ കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു.
എങ്ങനെയാ ക്ലാസ്സുകളിൽ കണ്ട് എങ്ങനെയാണ് ഈ നീറ്റിലേക്ക് ഇത്രയും നല്ല സ്കോറിലേക്ക് വരാൻ സെൽഫായിട്ട് സ്വീകരിച്ച മറ്റു മാർഗങ്ങൾ? മെയിനായിട്ട് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ്. കാരണം ഫിനിക്സ് ബാച്ച് ആവുകൊണ്ട് ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് തരാം. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ രാവിലെ ഫസ്റ്റ് സെഷൻ ഉണ്ടാവും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ ഉണ്ടാവും. അപ്പോൾ ക്ലാസ് അതിൻ്റെ കൂടെ തന്നെ കണ്ടുപോവുക. പിന്നെ രാത്രി ഫുൾ ടൈം നമുക്ക് അത് ലെക്ചർ നോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. എങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് വരെ എപ്പോഴും മാക്സിമം ചെയ്യും? മാക്സിമം ഞാനിങ്ങനെ കണക്ക് വെച്ചിട്ട് അങ്ങനെയല്ല ചെയ്തിരുന്നത്. എനിക്ക് ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ കൺസെപ്റ്റ് കറക്റ്റ് കിട്ടിയെന്ന് അറിയണത് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് ഒരു കോൺഫിഡൻസ് വരില്ലേ, അതുവരെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പൊ ഫീനിക്സ് ബാച്ചിലായിരുന്നല്ലോ, അപ്പൊ ആദ്യം എക്സാംസ് ഒക്കെ ചെയ്യുന്നു. ആദ്യം തൊട്ടേ എക്സാംസ് എഴുതുമ്പോൾ, ഓൺലൈൻ എക്സാംസ് എഴുതുമ്പോൾ മാർക്ക് ഇങ്ങനെ നല്ല മാർക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു? എൻ്റെ കേസിൽ ഫസ്റ്റ് മുതലേ ഞാൻ ചെയ്യുമ്പോൾ 500 to 600 ആ ഒരു റേഞ്ചിൽ ആദ്യം മുതൽക്കേ എനിക്ക് സ്കോർ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിലൊക്കെ അത്ര സ്കോർ കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും, ഓ ഇതിപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടും എന്നുള്ളത്. പക്ഷേ ടിൽ ലാസ്റ്റ് മന്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഈ സെയിം 500 അല്ലെങ്കിൽ 550 ആ ഒരു റേഞ്ചിലാണ് സ്കോർ വന്നിരുന്നത്. പിന്നെ ലാസ്റ്റ് GIB നമ്മളെ GIB ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഓൺലൈൻ ആവുകൊണ്ട് തന്നെ എക്സാം എഴുതാനുള്ളൊരു ഇത് നമ്മൾ ഓൺലൈനായിട്ട് എക്സാം എഴുതുമ്പോൾ അത്ര എങ്ങനെയാലും ഓഫ്ലൈന് പോയി എഴുതണം ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ GIB വരുമ്പോൾ അവിടെ പോയി എഴുതും. അങ്ങനെയാണ് എക്സാം ആ ഒരു എക്സാം ആംബിയൻസ്. അപ്പൊ ഇത് ശരിക്കും നിങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളിൽ നിന്ന് തന്നെ നമ്മളിപ്പം ശരിക്കും GIB എക്സാംസ് വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്ന, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒരു എക്സാം ആംബിയൻസിലൂടെ കടന്നു പോകുന്നത് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സോ GIB എക്സാംസ് ആണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് സ്വീകരിച്ച പേർ, കാരണം എക്സാമിന് നമുക്ക് എന്തായാലും 720 എന്നുള്ളത് കിട്ടണം എന്നില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്തത്, അതിൽ വരുന്ന മാർക്കിലുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ? അത് മെയിനായിട്ട് നമ്മൾ എക്സാംസ് വരുമ്പോൾ അത് റിവ്യൂ ചെയ്യാം. എക്സാം കഴിഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് മെയിനായിട്ട് നീറ്റ് എക്സാം ആണ്. മോഡലിൽ ഇപ്പോൾ മാർക്ക് കുറഞ്ഞാലും അതിൽ കൂടുതലായിട്ട് ടെൻഷൻ ഉണ്ടാകും. എന്നാലും അത് ടെൻഷൻ അടിച്ച് ആ ടൈം കളയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക. അങ്ങനെ ശരിക്കും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ഉണ്ടാക്കി കാണുന്ന എല്ലാവരും ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ പറയും, നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോഴും എക്സാം കഴിഞ്ഞിട്ട് അത് റിവ്യൂ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്പോട്ടിലാണ് നമുക്ക് നമ്മുടെ തെറ്റ്, നമ്മൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് പയറ്റി അത് വിജയിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളോട് പറയുന്നത്. സോ എപ്പോഴും റിവ്യൂ ചെയ്യുക, എക്സാം റിവ്യൂ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽസ് ഒക്കെ, ഇനി വരുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽസ് ഒക്കെ നമ്മൾ എഴുതുമ്പോഴും നിങ്ങൾ ഷിബില പറഞ്ഞതുപോലെ എക്സാമിന് ശേഷം മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവ്യൂ ചെയ്യുകയും തെറ്റിയ ഭാഗങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. റിവിഷൻ ഒക്കെ എങ്ങനെയാ ചെയ്തത്? അതിന് കൂടെ പാരലലായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ പറയും ആദ്യം മുതലേ റിവൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഒരു 1 month കൂടുമ്പോഴെങ്കിലും റിവൈസ് ചെയ്യണം. പക്ഷെ ഫസ്റ്റിലൊക്കെ ഓക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ലാസ്റ്റിൽ ഒരുപാട് ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ലാസ്റ്റ് 1 month ഒക്കെ നോട്ട് എഴുതി വെക്കണം. അതായത് ഓരോ ഇതിന്റെ ഷോർട്ട് നോട്ട്, ലെക്ചർ നോട്ടിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക, 6 ആണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ഇത് റിവൈസ് ചെയ്യുക. അതായത് നമ്മൾ ചടച്ചിരിക്കുന്ന ടൈമൊക്കെ ഉണ്ടാവും, അന്നേരം എന്ത് ചെയ്യുക, വെറുതെ ബുക്ക് കൈ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, ഓടിച്ചു പോകുക, അല്ലാതെ പഠിക്കാനായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ കുറെ കൂടി എളുപ്പമായി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഇനി ആദ്യം തൊട്ടേ ഇതിൽ പഠിക്കണല്ലോ എന്ന് മാനസികമായിട്ട് നമുക്കൊരു റിപ്പലിംഗ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ NCERT ബയോളജിയും ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ NCERT വായിക്കാറുണ്ടോ? ബയോളജി NCERT തന്നെ. അതിന് ഇപ്പോൾ ആരെങ്കിലും ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അതിന് നിൽക്കരുത്. പകരം എന്ത് ചെയ്യാം, ഈ നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം കൂടെ NCERT വായിക്കുക. കാരണം ബയോളജിയിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാതെ NCERT ലൈൻ ബൈ ലൈൻ എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് വായിക്കുമ്പോൾ മടുപ്പ് വരൂലേ? ബയോളജി മടുപ്പ് വരും, സ്വാഭാവികമായിട്ടും. എങ്ങനെയാ അപ്പം അതെങ്ങനെ ഓവർകം ചെയ്ത്? അത് ലാസ്റ്റിലൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ പഠിച്ച സാധനം തന്നെ പിന്നെയും പഠിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല മടുപ്പ് വരും. ഇത് എനിക്ക് അറിയാന്നുള്ളൊരു തോന്നൽ വരും. ഒന്ന് വായിക്കുമ്പോൾ തന്നെ ബാക്കി ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അത് വെറും തോന്നലാണ്. നമ്മൾ എക്സാം വരുമ്പോൾ മിസ്റ്റേക്കുകൾ നെഗറ്റീവ് അടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണോ ഞാൻ അത് ചെയ്തില്ല, ഒന്നും കൂടി വായിക്കണം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവാം. അപ്പം NCERT വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് തറോ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലരും ഫിസിക്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും, കെമിസ്ട്രി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും,
പക്ഷെ ബയോളജി വായിച്ചു ഇത് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷെ ബയോളജിയിലാണ് കൂടുതൽ ഇപ്പൊ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അധികം NTA നടത്തുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നുമ്പോൾ എന്ത് ചെയ്യുക, അതിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് എനിക്കൊന്നത് ഭയങ്കര നല്ലൊരു മൂവാണ്. കാരണം മടുപ്പ് എന്നുള്ളത് മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു കാര്യം. എല്ലാവർക്കും എന്തായാലും മടുക്കും ഒരേ കാര്യം ചെയ്യുമ്പോൾ. പിന്നെ മാത്രമല്ല, നേരത്തെ പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രിന്ന് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യും. എന്നാൽ ബയോളജിന്ന് എനിക്കെല്ലാം അറിയാന്നുള്ള ധാരണയിൽ നിന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ അത് പണി പാളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. മാത്രമല്ല ബയോളജിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ സമ്മാനിക്കുന്ന ഒരു ചാപ്റ്റർ. ബോട്ടണി ടൈം എക്സാം എഴുതിയപ്പോൾ ഫിസിക്സ് ആണ് നമ്മളെല്ലാരും പാനിക് ആയിട്ട് ആകെ തെറ്റിക്കണം സംഭവം. പക്ഷെ എക്സാം എഴുതിയപ്പോ ബയോളജി ആയി പോയിട്ട് ഓർമ്മിക്കുന്നത് വളരെ ലെങ്തി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് ചെയ്യാൻ പറ്റും നല്ലപോലെ. അപ്പോൾ എല്ലാരും ബയോളജി ഭയങ്കര സില്ലി ആയിട്ട് കാണുമ്പോൾ ബയോളജി ചിലപ്പോൾ അത് സർപ്രൈസിങ് ആയിട്ട് മാറാം. നമ്മൾ എക്സാമില് ബയോളജി വളരെ ലെങ്തി ആൻഡ് ഒരുപാട് ചിലപ്പോൾ ചിന്തിച്ചൊക്കെ എടുക്കേണ്ട രീതിയിൽ വന്നാൽ, അല്ലെങ്കിൽ അസേഷൻ റീസൺ ഒക്കെ വരുമ്പോഴാണ് സ്റ്റക്ക് ആവുക. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേപോലെ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ മാക്സിമം ചോദ്യങ്ങളിലൂടെ തന്നെ കടന്നു പോകണം. ഇനി ഇത് ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ചെയ്യുമ്പോഴേ, കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ കുറെ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം, അപ്പൊ ഇക്വേഷൻ അറിയെങ്കിൽ എനിക്കത് അറിയാം എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഷിബിലെ പേഴ്സണലി അത് ചെയ്തിരുന്നത്? എങ്ങനെയാണ് ഇക്വേഷൻസ് പഠിച്ചു പോവാണോ ചെയ്തോ, അതെ അല്ലെങ്കിൽ എങ്ങനെ ഫിസിക്സ് ക്ലിയർ ചെയ്തേ? കൺസെപ്റ്റ് എന്തായാലും തരമായിരിക്കണം. ഫിസിക്സിന്റെ ഒക്കെ കേസിൽ അല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ്, പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇപ്പോൾ നീറ്റിന് പൊതുവെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് എന്തായാലും NTA ഇപ്പോൾ ഇത്രയും കാലം നടത്തിയത് വെച്ചിട്ട് ഇതുവരെ കണ്ട പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്തായാലും വരുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണോ അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ മാക്സിമം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അത് എല്ലാത്തിനും ചോദ്യം ചെയ്യണം, NCERT വായിക്കണം, പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യുക, GIB എഴുതുക, റിവ്യൂ ചെയ്യുക, പഠിക്കുക, ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ MBBS ഇപ്പൊ നീറ്റിന്റെ സ്കോറൊക്കെ വന്ന് എന്തായാലും അഡ്മിഷൻ കിട്ടുന്നാകുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത് അതായത് ഇപ്പം ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേയുള്ള ഷിബിലയുടെ ജീവിതവും മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഷിബിലയുടെ ലൈഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഓ തീർച്ചയായും ഭയങ്കര. അതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് കേൾക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഇനി നാളെ അങ്ങനെ ആവാൻ പോവുകയാണ് എന്നുള്ളൊരു ഇൻസ്പിരേഷൻ കിട്ടും. സോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ റിപ്പീറ്റ് ചെയ്യണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ആ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തുകൊണ്ട്. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്, പിന്നെ ഫുൾ എക്സാംസ്. നമ്മൾ പേരൻസിനെ വല്ലപ്പോഴും കാണും. ഇപ്പോൾ ഓഫ്ലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഓരോ കാണും. അതുപോലെ ലീവൊക്കെ നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ്, രാവിലെ നീക്കുക, പഠിക്കുക, ഫുഡ് കഴിക്കുക മാത്രം, ഈ ഒരു പ്രോസസ്സിൽ നിന്ന് നമ്മൾ തികച്ചും മാറണം. ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇപ്പോൾ നീറ്റിന് എത്രത്തോളം പഠിക്കാനുണ്ട് അതിൻ്റെ ഡബിൾ ഇവിടെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഒന്നുകൂടെ റിലാക്സ്ഡ് ആണ്. നമുക്ക് സമയം കണ്ടെത്തിയിട്ട് പഠിക്കാം, ബാക്കി ടൈം എൻജോയ് ചെയ്യാം. കോളേജിലാണെങ്കിലും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടാകും. ഇത് ഫാമിലിയിൽ നാട്ടിലൊക്കെ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവിടെ ഫസ്റ്റ് ഡോക്ടറാണ് എൻ്റെ ഫാമിലിയിലെ. അപ്പോൾ അതിൻ്റെതായ ഭയങ്കരമായിട്ട് എനിക്കൊന്ന് അത് ഷിബിലയുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിലുള്ള ഒരു ജോയ്, അതിലുള്ള ഒരു അഭിമാനമൊക്കെ. നാട്ടിലെങ്ങനെയാ? നാട്ടുകാരും അങ്ങനെ തന്നെ. അവിടെ കോളേജിൽ നമ്മളെല്ലാവരും ഒരേപോലെ, എല്ലാവരും ഡോക്ടേഴ്സാണ്. ഈ ഒരു ഫേസിലൂടെ കടന്നു വന്നുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല. പക്ഷെ നാട്ടിലെത്തുമ്പോഴാണ് ശരിക്കും ഫീൽ പ്രൗഡ്. അപ്പൊ നമ്മൾ ആക്ച്വലി നാടിനൊരു മാതൃകയാവാന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തിങ് ആണ്. നമുക്ക് ചുറ്റുമുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, ഒരു നാടിനെ മൊത്തത്തിൽ പ്രൗഡ് ഫീലിംഗ് ഉണ്ടാക്കുക, കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടർ ആവുക, അതുവഴി മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുക. ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് ഷിബിലയുടെ ഈ വാക്കുകളിലൂടെ അവർ ഇൻസ്പയർ ആവുക. സോ ഇങ്ങനെ നാളെ നിങ്ങളും ഇതേപോലെ ഷിബിലയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കേണ്ടുന്നവരാണ്. നിങ്ങൾക്ക് താഴെ വരുന്നവരോട്, നിങ്ങളുടെ അനിയന്മാരോടും അനിയത്തിമാരോടും ഇതേപോലെ നിങ്ങളുടെ കഥകൾ ഷെയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ എല്ലാവരും നീറ്റ് വരുന്ന 2024 നീറ്റ് എക്സാമിനേഷന് അടിപൊളിയായിട്ട് പഠിക്കാം. വേറെ എന്തെങ്കിലും ഇവരോട് പെർട്ടിക്കുലർ ആയിട്ട് ഷിബിലേക്ക് പറയാനുണ്ടോ? മെയിനായിട്ട് പറയാനുള്ളത് ടെൻഷൻ ആവരുത്. ടെൻഷൻ ഉണ്ടാകും, കുറച്ച് ടെൻഷൻ വേണം. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, ടെൻഷനെ മാനേജ് ചെയ്ത് എക്സാം നമ്മൾ ഒരുപാട് പഠിക്കണോണ്ടായില്ല. ആ ഒരു എക്സാം ഹാളിൽ 3 hours 20 minutes
ഇത് മാനേജ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. സൈലം കൂടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അതായത് എല്ലാ സൈലമെൻസും ഇവിടുന്ന് പഠിച്ചിറങ്ങിയ സൈലമെൻസും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും, സോ മുഴുവൻ ടീമും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വിത്ത് യുവർ ഫാമിലി അല്ലേ? ഫാമിലി സപ്പോർട്ട് ഇന്നെവിറ്റബിൾ ആണ് ഒബിയസ്ലി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു വരിക. ബൈ, ഓൾ ദി ബെസ്റ്റ്.